ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിഷ്ക്രിയമായിരുന്നു, 3 വർഷം എന്ത് ചെയ്തു എന്ന്. അത് നിങ്ങളുടെ വേർഷനാണ് ഹൈക്കോടതി വിമർശിച്ചുള്ളത്. ഹൈക്കോടതിയുടെ വിധി നമ്മുടെ മുമ്പിൽ കിട്ടില്ല. നിങ്ങൾ പറയുകയാണ് ഇന്നലെ മുതലേ എല്ലാ മാധ്യമമില്ല, കുറച്ച് മാധ്യമങ്ങൾ ഇങ്ങനെ ഗവൺമെൻറ്റിനെ അങ്ങനെ എടുത്ത് നിലത്തടിച്ചെന്നൊക്കെ പറഞ്ഞു. ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഈ റിപ്പോർട്ട് വന്ന് ഈ റിപ്പോർട്ടിന്മേൽ എന്താണ് നടപടി നിങ്ങൾ സ്വീകരിച്ചത്? അതാണ് ചോദിച്ചത്. വളരെ വ്യക്തമായി ഗവൺമെൻറ്റിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുതെന്ന് പറഞ്ഞത് ഹേമ കമ്മിറ്റി തന്നെയാണ്. വ്യക്തി പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നതുകൊണ്ട് അത് പുറത്തുവിടാൻ പാടില്ല. ഇത് രേഖാമൂലം എഴുതി തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്നത്തെ വിവരാവകാശ കമ്മീഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തുവിടാൻ പാടില്ലെന്ന്. മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി നൽകിയ കത്തിൽ ഈ മൊഴികൾ തന്നിട്ടുള്ള വനിതകൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തുവിടരുത്. അതാണ് അവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ AG വളരെ വിശദമായി തന്നെ കോടതി പറഞ്ഞു. ശരി, അപ്പോൾ കോടതി പിന്നെ എടുത്ത തീരുമാനം എന്താ? ഇത് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിക്കുക. അതിലൂടെയാണ് ഗവൺമെൻറ്റിനെ വിമർശിച്ചത് പറയുന്നത്. അത് നമ്മളുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ നാടകം. ഇങ്ങനെ ഗവൺമെൻറ്റിനായിട്ട് കുഴപ്പം സംഭവിച്ചു. ആ രാഷ്ട്രീയ നാടകത്തൊന്നും പൊതുസമൂഹം അംഗീകരിക്കത്തില്ല. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാണ്, വളരെ ശക്തമാണ്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളതാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ക്ലാരിറ്റിക്ക് വേണ്ടി, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് പ്രതിപക്ഷ നേതാവ് നേരത്തെ ഒരു കത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ വിക്ടിംസിൻ്റെ ഇരകളുടെ ഒരു സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ സർക്കാർ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം. അദ്ദേഹം ഒരു കത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു കത്തുണ്ടോ? പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയം പറയാൻ അവകാശമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കമ്മിറ്റി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എഴുതി തന്ന കത്താണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ആ കത്തിൽ വ്യക്തികളുടെ സ്വകാര്യതയെ പരാമർശിക്കുന്ന ഭാഗങ്ങളുള്ളതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് എങ്ങനെയും എന്തും പറയാം. അതിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ, സർക്കാർ എന്ന് പറഞ്ഞാൽ നിയമത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണെന്നുള്ളതാണല്ലോ കോടതി വളരെ നല്ലൊരു നിലപാട് എടുത്തല്ലോ. എല്ലാം അന്വേഷിക്കട്ടെ, എല്ലാം പരിശോധിക്കട്ടെ. പക്ഷേ കോടതിയുടെ മുമ്പാകെ വരുമ്പോൾ കോടതിക്ക് പറയാം. സർക്കാരിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ സർക്കാർ കോടതിയല്ലല്ലോ. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ആ റിപ്പോർട്ടിന്മേൽ അത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഭാഗം മാത്രം സർക്കാരിന് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ആർക്കെങ്കിലും അപ്പീൽ പോകാമായിരുന്നു, ആരും പോയില്ലല്ലോ. എന്താ അവർ ഹൈക്കോടതി അതിന് മുമ്പ് സമീപിക്കാത്തത്? ഞാനൊരു നിയമപ്രശ്നങ്ങളെ പോകല്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ എന്താ പ്രശ്നം? ഹേമ കമ്മിറ്റി ഉന്നയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീ സുരക്ഷിതത്വമായി ബന്ധപ്പെട്ട്, ഷൂട്ടിംഗ് കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളെല്ലാം ഈ കേരളത്തിൽ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റുണ്ട്. അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് നടപ്പാക്കുകയും ചെയ്യും. അത് ഈ ഗവൺമെൻറ് കാലത്ത് അതെല്ലാം നടപ്പാക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്.